സ്ത്രീകളെക്കാൾ ഒരുപാട് മെൻ്റലി ബ്രേക്ക് ആവുന്നത് പുരുഷന്മാരാണ്. കാരണം ഇവർക്ക് കുറേയും കൂടെ അത് ഹീൽ ചെയ്യുക എങ്ങനെയെന്ന് പോലും അറിയണ്ടാവില്ല. ഒരു വ്യക്തി ടീനേജ് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് പിന്നെ കരിയർ, അത് കഴിഞ്ഞ് ഫാമിലി, അതിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കൂടുതൽ പുരുഷന്മാരിൽ കണ്ടുവരുന്നത്. ജോലി, അതിനോടൊപ്പം ഫാമിലി, കുട്ടികളുടെ ലൈഫ്, EMI, മറ്റുള്ള ബാധ്യതകൾ, വീട് വെപ്പ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ലൈഫ് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് പോകേണ്ട ആ ഒരു മോൾഡിലോട്ട് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥയിലോട്ടാണ്. അതേ ടൈം ആരും തന്നെ ഈ ഒരു പ്രൊഫൈലുള്ള വ്യക്തിയോട് ചോദിക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നീ ഓക്കെ ആണോ എന്ന് പലരും ചോദിക്കുന്നില്ല. ഈ ബാധ്യതകളും ഭാരങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സൂപ്പർമാൻ ആണ് എന്നുള്ളൊരു ധാരണയാണ് പലപ്പോഴും ഫാമിലിയിൽ ഒരു പുരുഷന് അനുഭവിക്കുന്ന കാര്യങ്ങൾ. എസ്പെഷ്യലി ഒരു ബിസിനസ് ഓണറൊക്കെ ആകുമ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഫ്രെയിമിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ചലഞ്ചസോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൂടെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളെക്കാൾ ഒരുപാട് മെൻ്റലി ബ്രേക്ക് ആവുന്നത് പുരുഷന്മാരാണ്. കാരണം ഇവർക്ക് കുറേയും കൂടെ അത് ഹീൽ ചെയ്യുക എങ്ങനെയെന്ന് പോലും അറിയണ്ടാവില്ല. സ്ത്രീകൾ കുറേ കരയും, കുറേ മറ്റുള്ളവരോട് ഓപ്പണായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അടുത്ത കണക്കെടുപ്പുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ 25 വയസ്സിന് 40 വയസ്സിന് ഇടയിലുള്ള കൂടുതൽ ആളുകൾക്കാണ്, പുരുഷന്മാർക്കാണ് സംഭവിക്കുന്നത്. കൂടുതൽ ഇതിൽ കണ്ടുവരുന്നത് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, ഇതെല്ലാം പിന്നെ ജോലിഭാരവും കൂടെ കൂടുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങളാണെന്നും കൂടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകളെക്കാൾ കൂടുതൽ കാണാതെ പ്രയാസപ്പെടുന്നത്, മെൻ്റലി സ്ട്രഗിൾ അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്.